ഹലോ ഗൈസ്, നമുക്ക് മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ വ്യത്യസ്തമായിട്ടും ക്രിയേറ്റീവായിട്ടും നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ലോ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫോട്ടോ എന്നും അല്ലെങ്കിൽ പോർട്രേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നത് ഈ ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. പോർട്രേറ്റ് കൂടുതൽ എടുക്കുന്നത് ഹ്യൂമൻ പോർട്രേറ്റ്സും അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലോ ഷട്ടർ എന്ന് പറയുന്നത് പ്രോ മോഡുള്ള ഫോൺസിൽ പോയിട്ട് നമുക്ക് സെറ്റിംഗ്സിൽ ISOയും ഷട്ടറും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ലോ ഷട്ടർ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്താണ് ഈ ലോ ഷട്ടർ എന്ന് പറയുന്നത്? നോർമലി നമ്മൾ ഈ പറഞ്ഞ ഫോട്ടോയിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു സെക്കൻഡിലോ ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്കിൽ തന്നെ നമുക്കൊരു ഫോട്ടോ കിട്ടും. എന്നാൽ ലോ ഷട്ടർ എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെക്കൻഡ്സോളം അത് കൂട്ടി വയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളൊരു 10 സെക്കൻഡ് ലോ ഷട്ടറിൽ നമ്മൾ സെറ്റിംഗ്സിൽ ഷട്ടർ കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് ആ ക്യാമറയ്ക്കുള്ളിൽ പാസ് ചെയ്യുന്ന ലൈറ്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവായിട്ട് നമുക്കത് എടുക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞ വണ്ടികൾ പാസ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് ലോ ഷട്ടറിൽ എടുക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ ഡെയിലി ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഒരു വ്യത്യസ്തമായ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലോ ഷട്ടർ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എനിവേ, നമ്മുടെ 30 ഡേയ്സ് ഫോട്ടോ ചലഞ്ചിലെ ഇന്ന് 15ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ലോ ഷട്ടറിലെ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. ഓക്കെ.